Xiaomi Mi 11 Lite. ഇതൊരു സ്ട്രേഞ്ച് ഫോണാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്നതിൻ്റെ സെയിം ഫോൺ, പക്ഷെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ്മി നോട്ട് 10 പ്രോ എന്ന് പറയുന്നത് ഇതിനേക്കാളും ചീപ്പറായിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ഈ ഫോൺ എന്താണ്? ഷവോമി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റാണ്, അതുപോലെ തന്നെ തിന്നാണ്, കാണാൻ വളരെ നല്ല രസമുള്ള ഫോണാണെന്നാണ്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ Mi 11 ലൈറ്റിൻ്റെ അൺബോക്സിംഗിലേക്ക് കടക്കാം. എൻ്റെ പേര് സുമി, ബിഹൈൻഡ് ദ ക്യാമറ നമുക്ക് കാർത്തിക്കാണുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും മിസ്റ്റർ ആൻഡ് മിസ്സസ് ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ Mi 11 ലൈറ്റിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. കാണാൻ നമ്മുടെ Mi 11ൻ്റെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് ബോക്സ്. നമുക്ക് ബാക്ക് സൈഡിൽ അവർ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് 90 Hz AMOLED ഡിസ്പ്ലേ ആണ്, 10-bit ട്രൂ ടെക്നോളജി അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് 10-bit AMOLED സ്ക്രീനാണ് ഇതിൽ വരുന്നത്. Qualcomm Snapdragon 732G വരുന്നുണ്ട്. 64 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 4250 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെർഷൻ എന്ന് പറയുന്നത് ജാസ് ബ്ലൂ 6GB 128GB വെർഷനാണ്. അപ്പോൾ നമ്മൾ ഫോൺ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് Mi 11Xലുള്ള പോലെ തന്നെ എല്ലാ സാധനങ്ങളും വരുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്, പിന്നെ 3.5mm ടു USB ഡോങ്കിൾ വരുന്നുണ്ട്. അതിനുശേഷം ഒരു നല്ല കേസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫോൺ തന്നെയാണ് വരുന്നത്. നമുക്ക് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അതിനുശേഷം നമുക്കൊരു വൈറ്റ് കളർ USB Type-C കേബിൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാ ഫോൺസിലുള്ള പോലെ തന്നെ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫോൺ നോക്കാം. നമ്മുടെ ഫോൺ എന്ന് പറയുന്നത് ഒരു ജാസ് ബ്ലൂ കളറിലാണ് വരുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫോൺ അതുപോലെ തന്നെ വളരെ ലൈറ്റാണ് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു മാറ്റ് ഗ്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ Mi 11Xന് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോണിൻ്റെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ക്യാമറ ഹമ്പ് എന്ന് പറയുന്നത് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 6.8mm മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ വെയിറ്റ് നമുക്ക് 157 grams മാത്രമാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോൺസിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതെന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്, അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റും ആണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ബിൽഡും വളരെ നല്ലതാണ്. നമ്മുടെ ഒരു ഹൈ എൻഡ് ഫോൺസിൻ്റെ ആ ഒരു റേഞ്ചിലേക്ക് ഫോൺ പോയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം റോക്കേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിട്ടും വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ടോപ്പ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് അവർ മൊത്തം ലീവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബോട്ടമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടമിൽ നമുക്ക് സിം സ്ലോട്ട് വരുന്നുണ്ട്, USB Type-C പോർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീക്കർ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 3.5mm ജാക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഫോണായിട്ട് പോലും നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു ലുക്കിൽ തന്നെ വളരെ നന്നായിട്ടുണ്ട് ആ ഒരു സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട്. സ്ക്രീൻ വളരെ ബ്രൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ബെസൽസ് എന്ന് പറയുന്നത് ഭയങ്കര തിന്നാണ്. നമ്മൾ ഇതിലിപ്പോൾ MIUIയിലാണ് ഫോൺ റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ MIUIയിലുള്ള ട്രഡീഷണൽ എല്ലാ ബഗ്സും ഇതിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഇതിപ്പോൾ MIUI 12 റൺ ചെയ്യുന്നത്. സോ നമ്മുടെ MIUI 12.5 വരുന്നവരെ സ്റ്റിൽ ഇതിൽ നമുക്ക് കുറച്ച് ബഗ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഡിസ്പ്ലേ സെറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ 60 Hz ഡിസ്പ്ലേ സെറ്റിങ്സ് ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. പക്ഷേ നമ്മുടെ പാനൽ വന്നിട്ട് 90 Hz അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹയസ്റ്റ് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ബ്രൈറ്റ്നസ് വളരെ നല്ലതാണ്. കളേഴ്സൊക്കെ എക്സലൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചില ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ 10-bit പാനൽ എന്ന് പറയുന്നത് അതിനേക്കാളും നന്നായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. വേറൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. ഹയസ്റ്റ് ക്വാളിറ്റിയിലാണ് നമുക്ക് ആ ഫീഡ്ബാക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഫോൺ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ലോ പ്രൈസിലാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ഫോണാണിത്. അതെ, ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് ലുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ്ലിങ്ങും എല്ലാം ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ്. ആകെ ഒരു പ്രോബ്ലം മാത്രമാണ് വരുന്നുള്ളൂ. അത് ഇതിൻ്റെ ചിപ്സെറ്റാണ്, Snapdragon 732G. നമ്മളുടെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ സ്പെക് ലിസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ല പോയിന്റ് അല്ല ആ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ Mi 11 ലൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 6GB 128GB വെർഷന് 21,999 8GB 128GB വെർഷന് 23,999 അവർ ചാർജ് ചെയ്യുന്നത്. നമ്മുടെ റെഡ്മി നോട്ട് 10 സീരീസ്, അതുപോലെ തന്നെ വിവോൻ്റെ IQ C3, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് CE, ഇതിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ചിപ്സെറ്റിന് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. പക്ഷേ Mi 11 ലൈറ്റും നമ്മൾക്ക് എയിം ചെയ്യുന്നത് നമ്മുടെ പെർഫോമൻസ് അല്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ലൈക്ക് നമ്മുടെ ബിൽഡ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡ്യുവൽ ചാനൽ വരുന്നുണ്ട്. സൗണ്ട് വളരെ നല്ലതാണ്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്കൂ.
ബോഡിയിൽ അവർ നമുക്ക് 4250 mAh ബാറ്ററി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോറേജിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UFS 2.2 ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും ഇതിൽ അവർ കൊടുക്കുന്നുണ്ട്. Mi 11 ലൈറ്റിൽ നമുക്ക് 3 ക്യാമറാസാണ് വരുന്നത്. 3 ക്യാമറാസും യൂസ്ഫുൾ ആയിട്ടുള്ള ക്യാമറാസാണ്. നമുക്ക് ഫസ്റ്റ് വന്നിട്ട് 64 മെഗാപിക്സലിൻ്റെ സാംസങ് സെൻസറാണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 5 മെഗാപിക്സലിൻ്റെ ടെലി മാക്രോ ക്യാമറയാണ് വരുന്നത്. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാമറയിൽ നിന്ന് വരുന്ന ഫോട്ടോസ് എന്ന് പറയുന്നത് നല്ല ഫോട്ടോസ് തന്നെയാണ്. നമ്മൾ കളേഴ്സൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിൽസും വളരെ നല്ലതാണ്. ഇനി അൾട്രാ വൈഡിലുള്ള ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ലോ ലൈറ്റിലുള്ള ഫോട്ടോസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറയിൽ നിന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അൾട്രാ വൈഡിൽ അത്ര നല്ല ഫോട്ടോസ് നമുക്ക് കിട്ടുന്നില്ല. ഇനി സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് വരുന്നത്. അതിൽ അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ചിപ്സെറ്റ് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് അറിയില്ല. നമുക്ക് മെയിൻ ക്യാമറയിൽ നിന്ന് 4K 30 FPS വീഡിയോസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അൾട്രാ വൈഡിൻ്റെ അത്ര നല്ല വീഡിയോസ് അല്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഇംപ്രഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ചെറിയ സ്പാനിൽ എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഒരു കാര്യമാണ് പറയാൻ പറ്റുന്നുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യൂസർ ബേസിനെയാണ്. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ശരിയാണ്, നമ്മൾ ഈ ഓഫറും കാര്യങ്ങളും എല്ലാം കൂടെ നോക്കി വരുമ്പോൾ നമുക്കൊരു 20K ഈ ഫോൺ കിട്ടും. പക്ഷേ എന്നാലും അത് പ്രൈസി ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ക്യാമറ, അതുപോലെ തന്നെ ബിൽഡ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഫോണിനെ ഭയങ്കര യുണീക്ക് ആക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ഈ Mi 11 ലൈറ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.